ഹായ്, എൻ്റെ പേര് ദേവനന്ദ പി.വി. ഞാൻ എയിംസ് നാഗ്പൂരിൽ തേർഡ് ഇയർ MBBS സ്റ്റുഡന്റ് ആണ്. എനിക്ക് നീറ്റ് 2020 1169 ഓൾ ഇന്ത്യ റാങ്ക് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്നലെ വരെ കണ്ടിരുന്ന ചാപ്റ്റർ ആണ് അനാറ്റമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്. അപ്പൊ അതിൽ നമ്മൾ ഇന്നലെ കണ്ടത് എന്തൊക്കെയാ? ടിഷ്യൂ സിസ്റ്റം കണ്ടു, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടിഷ്യൂ സിസ്റ്റം കണ്ടു. പിന്നെ അത് പഠിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ അത് അപ്ലൈ ചെയ്തു ഓരോരോ പ്ലാന്റ്സിന്റെ അനാറ്റമി ആയിട്ട്. അതായത് നമ്മൾ ആദ്യം ഡൈക്കോട്ട് റൂട്ട് കണ്ടു, മോണോക്കോട്ട് റൂട്ട് കണ്ടു, ഡൈക്കോട്ട് സ്റ്റെം കണ്ടു, മോണോക്കോട്ട് സ്റ്റെം കണ്ടു. അപ്പൊ ഇന്ന് നമ്മൾ ബാക്കിയുള്ള ലീവ്സും നോക്കാം, സെക്കൻഡറി ഗ്രോത്ത് എങ്ങനെയാ ഡൈക്കോട്ട് സ്റ്റെമ്മിൽ ഉണ്ടാവണം അതും നമുക്ക് നോക്കാം. ഓക്കെ, പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമുക്ക് സോൾവ് ചെയ്യാം. ഓക്കെ, സോ ഇപ്പൊ നമ്മൾ നോക്കുന്നത് എന്താ? അനാറ്റമി ഓഫ് ലീഫ്. അപ്പോൾ ലീഫില് നമ്മള് എങ്ങനെ നമ്മള് കാറ്റഗറൈസ് ചെയ്യാൻ നോക്കാം. അപ്പൊ ഇതില് നമ്മൾ നേരത്തെ പഠിച്ച പോലെ തന്നെ ലീഫിലും ഔട്ടർ മോസ്റ്റ് കവറിങ് ആണ് എപ്പിഡെർമിസ്. മറ്റേ എപ്പിഡെർമിസ് ലീഫിന്റെ മുകളിലത്തെ സർഫസ്, അതായത് അപ്പർ സർഫസിനെ പറയണ എഡാക്സിൽ എപ്പിഡെർമിസ്, പിന്നെ ലോവർ സർഫസ് അതാണ് അബാക്സിൽ എപ്പിഡെർമിസ്. അപ്പൊ എപ്പിഡെർമിസ് ആണ് ലീഫിനെ കവർ ചെയ്യണത്. ചില ലീവ്സിൽ എന്താ ക്യൂട്ടിക്കിളും കാണും. അപ്പൊ എബാക്സിൽ എപ്പിഡെർമിസിലാണ് കൂടുതൽ സ്റ്റൊമാറ്റ കാണുന്നത്. അത് കാരണം എന്താ ആലോചിച്ച് നോക്ക്. എബാക്സിൽ എപ്പിഡെർമിസിലാണ് സ്റ്റൊമാറ്റ കൂടുതൽ ഉണ്ടാവുക. കാരണം അവിടെയാണ് മറ്റേ എന്താ പറയാ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് കൂടുതൽ നടക്കുന്നത്. ഇനി എപ്പിഡെർമിസിന്റെ ഈ രണ്ട് ലെയർ ഇല്ലേ, മുകളിലുള്ള എഡാക്സിലും താഴെ എബാക്സിൽ, ഈ രണ്ടിന്റെ ഇടയിലുള്ള ടിഷ്യൂവിനെയാണ് നമ്മൾ പറയുക എന്താ? മീസോഫിൽ. അപ്പൊ മീസോഫിലിന്റെ പ്രത്യേകത എന്താ? മീസോഫിലായിരിക്കും നമ്മളുടെ ഈ ഫോട്ടോസിന്തസിന് സഹായിക്കുന്ന ക്ലോറോഫിൽ പിഗ്മെന്റ് ഉള്ള ക്ലോറോപ്ലാസ്റ്റ് കാണാം. അപ്പം ക്ലോറോപ്ലാസ്റ്റിന് എന്താ? ഈ മീസോഫിലില് രണ്ട് ടൈപ്പ് സെൽസ് കാണാൻ പറ്റും. ഒന്ന് പാലിസേഡ് പാരൻകൈമയും മറ്റേത് സ്പോഞ്ചി പാരൻകൈമ. അപ്പോ നമ്മൾ പാലിസേഡ് പാരൻകൈമ എന്ന് പറഞ്ഞു. പാലിസേഡ് പാരൻകൈമ എന്ന് പറയുന്നത് എന്താ? ഇലോങ്ങേറ്റഡ് സെൽസ് ആണ്. ഇലോങ്ങേറ്റഡ് സെൽസ് ഒരു വെർട്ടിക്കലി പാരലൽ ആയിട്ട് അറേഞ്ച് ചെയ്തു എന്നുവെച്ചാൽ ഇങ്ങനെ മനസ്സിലായി. ഇതാണ് പാലിസേഡ് പാരൻകൈമ. ഇലോങ്ങേറ്റഡ് ഇതാണ് പാലിസേഡ് പാരൻകൈമ. അതിന്റെ അടിയിൽ എന്താ? ഒരു ഓവൽ അല്ലെങ്കിൽ റൗണ്ട് ഷേപ്പ് ലൂസ്ലി ഇങ്ങനെ അറേഞ്ച്ഡ് ആയിട്ടുള്ള സ്പോഞ്ചി പാരൻകൈമ ഉണ്ടായിരിക്കും. ഒരു പാലിസേഡ് പാരൻകൈമ ഉണ്ട്, പിന്നെന്താ? സ്പോഞ്ചി പാരൻകൈമ. മനസ്സിലായല്ലോ? ഓക്കെ, ഇനി നമ്മളുടെ ഈ ലീഫിൽ കുറെ ഈ ലാർജ് സ്പേസസ്, ഫ്രീ സ്പേസസ് കാണും, എയർ ക്യാവിറ്റീസ് ഉള്ള സ്പേസസ് അതും കാണും. അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ ഇവർക്ക് ലീഫിൽ നിന്ന് എന്താ? വാട്ടർ എത്തണം, വെള്ളം എത്തണം, പിന്നെ ലീഫിൽ നിന്ന് ഫുഡ് ബാക്കിയുള്ള ഓർഗൻസിൽ പോകണം, ബാക്കിയുള്ള പാർട്സിലേക്ക് പോകണം. അതിന് വാസ്കുലർ സിസ്റ്റം ഇല്ലേ? ആ വാസ്കുലർ സിസ്റ്റത്തിൽ എന്തുണ്ട്? വാസ്കുലർ ബണ്ടിൽസ്. അപ്പൊ ലീഫില് വാസ്കുലർ ബണ്ടിൽസ് മെയിൻലി കാണുന്നത് എന്തിലാണ്? വെയിൻസിലും മിഡ്രിബിലും. വെയിൻസിലും മിഡ്രിബിലായിട്ടാണ് ഈ വാസ്കുലർ സിസ്റ്റം കാണാം. അപ്പൊ സൈസ് ഓഫ് വാസ്കുലർ ബണ്ടിൽ എന്തുകൊണ്ട് എന്തുകൊണ്ടായിരിക്കും ഡിപ്പെൻഡ് ആവുക? അത് നമ്മളുടെ സൈസ് ഓഫ് വെയിൻസ് എത്ര വലുതാണോ അത്രയും വലുതായിരിക്കും നമ്മുടെ വാസ്കുലർ ബണ്ടിൽസ്. വെയിൻസ് ചെറുതാണെങ്കിൽ അത്രയും ചെറുതായിരിക്കും വാസ്കുലർ ബണ്ടിൽസ്. ഇനി വാസ്കുലർ ബണ്ടിൽസ് എന്താ? വാസ്കുലർ ബണ്ടിൽസിനെ കവർ ചെയ്യാൻ നമ്മൾ ഡൈക്കോട്ടിലൊക്കെ പഠിച്ച പോലെ ബണ്ടിൽ ഷീറ്റ് സെൽസ് കാണാം വാസ്കുലർ ബണ്ടിൽസ്. അതിനെയാണ് ബണ്ടിൽ ഷീറ്റ് സെൽസ് എന്ന് പറയണം. ഓക്കെ, അപ്പൊ ഇതാണ് ഡൈക്കോട്ട് ലീഫ്. അപ്പൊ ഡൈക്കോട്ട് ലീഫിൽ നമ്മൾ കണ്ടത് എന്താ? ഏറ്റവും ആദ്യം ഒരു എപ്പിഡെർമിസ് ഉണ്ട്. ഈ ഡയഗ്രത്തിൽ നമുക്ക് പഠിക്കാം. ഔട്ടർ എപ്പിഡെർമിസ്. हाँ सर. हेलो. हाँ सर. आपसे एक छोटा सा रिक्वेस्ट है. हाँ हाँ. आपने जो सेशन स्टार्ट किया हाँ है, हाँ. इसको आप जहाँ से स्टार्ट किया था फिर से दोबारा से वहां से ले लो एक बार. अच्छा, हाँ ठीक है. है ना? वो एक्चुअली साउंड खुला था, सो मे बी वो उसकी वजह से ना वो इंटरप्ट हो गया होगा.
तो अभी ओके 2 4 5 मिनट में ज्यादा हुए नहीं है, 12 5 है, तो हाँ वो हाँ जहाँ से आपने स्टार्ट किया था वहीं से दोबारा कर दो आप, हाँ इंट्रोडक्शन के ठीक साथ। हाँ ठीक है സോ ഹായ്, എൻ്റെ പേര് ദേവനന്ദ പി വി. ഞാൻ എയിംസ് നാഗ്പൂരിൽ തേർഡ് ഇയർ MBBS സ്റ്റുഡന്റ് ആണ്. ഞാൻ നീറ്റ് 2020 എനിക്ക് 1169 ഓൾ ഇന്ത്യ റാങ്ക് ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഇതുവരെ കണ്ടുകൊണ്ടിരുന്ന എന്താ അനാറ്റമി ആയിരുന്നു, ഫ്ലവറിംഗ് പ്ലാന്റ്സ്, അതായത് ആൻജിയോസ്പേംസിന്റെ ഉള്ളിലുള്ള സ്ട്രക്ചേഴ്സ് എങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അതിന് നമ്മൾ ഏറ്റവും ആദ്യം ടിഷ്യൂ സിസ്റ്റം എന്താണെന്ന് പഠിച്ചു, പല ടൈപ്പ് ടിഷ്യൂ സിസ്റ്റം പഠിച്ചു. അത് കഴിഞ്ഞ് ഓരോ ഡൈക്കോട്ട് റൂട്ട്, മൊണോക്കോട്ട് റൂട്ട്, ഡൈക്കോട്ട് സ്റ്റെം, മൊണോക്കോട്ട് സ്റ്റെം, ഇതിന്റെ എല്ലാത്തിന്റെ അനാറ്റമി നമ്മൾ ഇന്നലെ കണ്ടു. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് എന്താ, നമ്മളുടെ ഡൈക്കോട്ട് ലീഫ് അനാറ്റമി എങ്ങനെയാണ്. അപ്പൊ ഡൈക്കോട്ട് ലീഫിൽ മെയിൻലി എന്താ 3 പാർട്സ് ഉള്ളു. ഒന്ന് എപ്പിഡെർമിസ് കാണും, ഒരു മീസോഫില് കാണും, പിന്നെ ഒരു വാസ്കുലർ സിസ്റ്റം. അപ്പൊ എപ്പിഡെർമിസ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരു സ്ട്രക്ചറിന്റെ ഔട്ടർ മോസ്റ്റ് കവറിംഗ് ആണ് എപ്പിഡെർമിസ്. അപ്പൊ ലീഫ് ആയതുകൊണ്ട് നമുക്കറിയാം, ലീഫ് നിൽക്കണതിന്റെ ലീഫിന്റെ മുകളിലും ഒരു സർഫസ് ആണ്, താഴെയും ഒരു സർഫസ് ആണ് അല്ലെ. ലീഫിന്റെ മുകളിലും ഉണ്ട്, താഴെയും ഉണ്ട്. അപ്പൊ മുകളിലുള്ളതിനെയാണ് നമ്മൾ എന്താ പറയാ, അഡാക്സിയൽ എപ്പിഡെർമിസ്. താഴെയുള്ളതിന് നമ്മൾ അബാക്സിയൽ എപ്പിഡെർമിസ് എന്നും പറയും. ഓക്കെ, അപ്പോ ഈ അബാക്സിയൽ താഴെയുള്ള എപ്പിഡെർമിസിലായിരിക്കും കൂടുതൽ സ്റ്റൊമാറ്റോ കാണുന്നത്. കാരണം മുകളിൽ സ്റ്റൊമാറ്റോ ഉണ്ടായ എന്താ, ഈ വെയില് കാരണം, ഡയറക്റ്റ് സൺലൈറ്റ് കാരണം അത് എന്താ പറയാ കരിഞ്ഞു പോവും ഇല്ലേ. അത് കാരണം താഴെ എപ്പിഡെർമിസിലാണ് കൂടുതൽ സ്റ്റൊമാറ്റോ കാണാം. ഇനി ഈ അഡാക്സിൽ എപ്പിഡെർമിസും അബാക്സിൽ എപ്പിഡെർമിസിന്റെ ഇടയിലുള്ള ഈ ടിഷ്യൂ ഇല്ലേ, അതിനെയാണ് നമ്മൾ പറയുന്നത് മീസോഫിൽ. മീസോഫിലാണ് നമ്മളുടെ ഈ ക്ലോറോപ്ലാസ്റ്റ് കാണാം. ക്ലോറോപ്ലാസ്റ്റിന്റെ ഉള്ളിൽ എന്തുണ്ടാവും, ക്ലോറോഫിലിന്റെ ഫങ്ഷൻ എന്താ, ഫോട്ടോസിന്തസിസ് വഴി എന്തുണ്ടാക്കും, ഫുഡ് ഉണ്ടാക്കും, ഫുഡും എനർജി. ഓക്കെ, ഇതാണ് മീസോഫിൽ. ഇനി ഇതിൽ തന്നെ 2 ടൈപ്പ് സെൽസ് ഉണ്ടാവും മീസോഫിലില്. ഒന്ന് പാലിസേഡ് പാരൻകൈമ എന്ന് പറയും. പാലിസേഡ് പാരൻകൈമ എന്ന് പറയുന്നത് ഇലോങ്ങേറ്റഡ് ആയിട്ട് ഇങ്ങനെ കോമ്പാക്ട്ലി പാക്ഡ് സെൽസ് ആണ്, അതാണ് പാലിസേഡ് പാരൻകൈമ. പിന്നെയുള്ള സ്പോഞ്ചി പാരൻകൈമയാണ്. സ്പോഞ്ചി പാരൻകൈമ എന്ന് പറഞ്ഞാൽ ഈ ഓവൽ ലൂസ്ലി അറേഞ്ച് ഇന്റർസെല്ലുലാർ സ്പേസസ് ഉള്ള സെൽസ് ആണ് സ്പാഞ്ചി പാരൻകൈമ. ഇനി ഇതും കൂടാതെ എന്തുണ്ടാവും ലീഫില്, ഒരു വാസ്കുലർ സിസ്റ്റം വേണ്ട, ഈ ഫുഡ് ഉണ്ടാക്കി ഇത് ട്രാൻസ്പോർട്ട് ചെയ്യാനും, ഫുഡ് ഉണ്ടാക്കാനുള്ള വെള്ളം, മിനറൽസ് ഒക്കെ ട്രാൻസ്പോർട്ട് ചെയ്യാനും. ആ വാസ്കുലർ ബണ്ടിൽസ് എവിടെയൊക്കെയാണ്, ലീഫിന്റെ ഈ മിഡ്രിബ്, ഒരു ലീഫിന്റെ മിഡ്രിബിലാണ് ഇത് കാണുക. ഈ ലീഫ് മിഡ്രിബില് വാസ്കുലർ ബണ്ടിൽസ് കാണും. ഇനി വാസ്കുലർ ബണ്ടിൽസ് സൈസ് എന്തുകൊണ്ടാണ് ഡിപ്പെൻഡ് ആവുക, ആ സൈസ് ഡിപ്പെൻഡ് ആവുന്നത് മിഡ്രിബിന്റെ അല്ലെങ്കിൽ വെയിൻസിന്റെ സൈസ് കൊണ്ടാണ്. ഇനി വാസ്കുലർ ബണ്ടിൽസിന് ഒരു ഔട്ടർ മോസ്റ്റ് ലെയർ ഉണ്ട് കവർ ചെയ്യുന്നതുകൊണ്ട്, അതാണ് ബണ്ടിൽ ഷീറ്റ് സെൽസ്. മനസ്സിലായില്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ഒന്നുകൂടി നോക്കാം. എപ്പിഡെർമിസ് ഉണ്ട്. എപ്പിഡെർമിസ് എന്താ, ഇറ്റ് കവേഴ്സ് എന്താ, മുകളിലത്തെ അപ്പർ സർഫസ് ആൻഡ് ലോവർ സർഫസ്. അപ്പർ സർഫസിനെ അഡാക്സിയൽ എപ്പിഡെർമിസ് എന്ന് പറയും, ലോവർ സർഫസിനെ അബാക്സിയൽ എപ്പിഡെർമിസ് പറയും. ഇനി അബാക്സിയൽ എപ്പിഡെർമിസിലാണ് എന്ത്, സ്റ്റൊമാറ്റോ കൂടുതൽ ഉണ്ടാവുക. അതെന്താണെന്ന് അറിയാലോ, കരിഞ്ഞു പോകാണ്ടിരിക്കാൻ. അത് കഴിഞ്ഞിട്ട് ഈ 2 എപ്പിഡെർമിസിന്റെ ഇടയിലുള്ള ടിഷ്യൂ ലെയർ ആണ് മീസോഫിൽ. മീസോഫിൽ എന്ത് കാണും, ക്ലോറോപ്ലാസ്റ്റ് കാണും, ഫോട്ടോസിന്തസിസിന് സഹായിക്കും. മീസോഫിലില് 2 ടൈപ്പ് പാരൻകൈമ കാണാൻ പറ്റും. ഒരെണ്ണം എന്താ, പാലിസേഡ് പാരൻകൈമയും സ്പോഞ്ചി പാരൻകൈമ. പാലിസേഡ് പാരൻകൈമ എന്ന് പറയുന്നത് എന്താ, പാലിസേഡ് മീനിങ് തന്നെ ഉണ്ട്. പാലിസേഡിന്റെ മീനിങ് ആണ് ഈ ഇലോങ്ങേറ്റഡ് സെൽസ് കാണും, വെർട്ടിക്കലായിരിക്കും പാരലൽ ടു ഈച്ച് അതർ. അതിന്റെ വേറെ ടൈപ്പ് പാരൻകൈമ കാണുന്നതാണ് സ്പോഞ്ചി പാരൻകൈമ. സ്പോഞ്ചി പാരൻകൈമ എന്തോ ഓവൽ അല്ലെങ്കിൽ റൗണ്ട് അല്ലെങ്കിൽ ലൂസ്ലി അറേഞ്ച് സെൽസ് ആയിരിക്കും, അത് ടിഷ്യൂ ആയി ഫോം ആയി സ്പോഞ്ചി പാരൻകൈമ ഉണ്ടാവും.
അതും കൂടി കൂടാണ്ട് നമുക്ക് മെയിൻ ഇമ്പോർട്ടന്റ് പാർട്ടാണ് ഡൈക്കോട്ട് ലീഫ് അല്ലെങ്കിൽ ഡോർസി വെൻട്രൽ ലീഫ്. ഡോർസി വെൻട്രൽ ലീഫ് എന്ന് പറയാൻ കാരണം എന്താ ഡൈക്കോട്ട് ലീഫിന്? കാരണം അതിന് അപ്പർ സർഫസ് ഉണ്ട്, ലോവർ സർഫസ് ഉണ്ട്. ഇനി വാസ്കുലർ സിസ്റ്റം കാണും, അതായത് വാസ്കുലർ ബണ്ടിൽസ് കാണും. അത് എവിടെ കാണാം? ഈ വെയിൻസ് അല്ലെങ്കിൽ മിഡ്രിബില് വാസ്കുലർ ബണ്ടിൽസ് കാണും. ഇനി സൈസ് ഓഫ് വാസ്കുലർ ബണ്ടിൽസ് എന്താ? ഈ സൈസ് ഓഫ് വെയിൻസിനെ ഡിപ്പെൻഡ് ആവുക. ഇനി വാസ്കുലർ ബണ്ടിൽസിന് ഒരു ലെയർ ഉണ്ട്, ഔട്ടർ മോസ്റ്റ് ലെയർ കവറിങ്, അതിനെയാണ് പറയുക ബണ്ടിൽ ഷീറ്റ് സെൽസ്. അപ്പൊ നമുക്ക് അതിന്റെ ഡയഗ്രാം നോക്കാം. ഇപ്പൊ ഡയഗ്രത്തില് ഏറ്റവും ആദ്യം എപ്പിഡെർമിസ്, മുകളിലുള്ള എപ്പിഡെർമിസ് ആണ് ഡാക്സിൽ എപ്പിഡെർമിസ്, താഴെ അബാക്സിൽ. ഇനി സ്റ്റൊമാറ്റോ കൂടുതൽ എവിടെ കാണുക? അത് ഇവിടെ അബാക്സിൽ എപ്പിഡെർമിസിലാണ് സ്റ്റൊമാറ്റോ കാണുക. കണ്ട ഈ പടത്തില് സ്റ്റോമ ഓപ്പണിങ്, അതാണ് സ്റ്റൊമാറ്റോ. ഇനി ഇതിന്റെ രണ്ടിന്റെ ഇടയിലുള്ള ലെയറിനെയാണ് ഞാൻ എന്ത് പറഞ്ഞു? മീസോഫിൽ. മീസോഫിലില് രണ്ട് ടൈപ്പ് മീസോഫിൽ ഉണ്ട്. ഒരെണ്ണം ഇതേപോലെ ഇലോങ്ങേറ്റഡ് കോമ്പാക്ട്ലി പാക്ഡ് ആയിട്ട് കണ്ടില്ല, അതിനെയാണ് നമ്മൾ പാലിസേഡ് മീസോഫിൽ എന്ന് പറയാം. വേറെ ഈ ഓവൽ ആയിട്ടുള്ള ലൂസ്ലി അറേഞ്ച്ഡ് മീസോഫിൽ ഉണ്ട്, അതിനെയാണ് നമ്മൾ പറയുക സ്പോഞ്ചി മീസോഫിൽ. പിന്നെ ഇതിന്റെ ഇടയിൽ നമുക്ക് കുറച്ച് ഇത് കാണാം, എന്ത്? എയർ ക്യാവിറ്റീസ്. കണ്ട ഈ വൈറ്റ് കളറിൽ, അതാണ് എയർ ക്യാവിറ്റി. അതുകൂടാണ്ട് നമുക്ക് പിന്നെ വാസ്കുലർ ബണ്ടിലും കാണും. വാസ്കുലർ ബണ്ടിലിൽ സൈലവും ഫ്ലോയും ഉണ്ട്. സൈലം ഫ്ലോയത്തിന് കവർ ചെയ്ത ഒരു ബണ്ടിൽ ഷീറ്റും ഉണ്ട്. എന്ത് എളുപ്പാ നോക്ക്. ഇപ്പൊ ഇതാണ് നമ്മളുടെ ഡോർസി വെൻട്രൽ ലീഫ് അല്ലെങ്കിൽ ഡൈക്കോട്ട് ലീഫ്. മനസ്സിലായില്ലേ? ഇനി നമുക്ക് നോക്കേണ്ടത് എന്താ? ലാസ്റ്റത്തെ പോർഷൻ, അതായത് മോണോകോട്ട് ലീഫ്. ഇനി ഈ മോണോകോട്ട് ലീഫിന്റെയും ഡൈക്കോട്ട് ലീഫിന്റെയും ഓൾമോസ്റ്റ് സെയിം ആണ് അനാറ്റമി ഞാൻ പറഞ്ഞു, പക്ഷെ കുറച്ച് ഡിഫറൻസസ് ഉണ്ട്. ആ ഡിഫറൻസസ് ഞാൻ പറഞ്ഞതായിട്ടും അത് ഒരു ഈ മോണോകോട്ട് ലീഫിൽ സ്റ്റൊമാറ്റോ രണ്ട് സർഫസിനും കാണും. പിന്നെ ഇവരുടെ മീസോഫിൽ ഡിഫറൻഷിയേറ്റഡ് ആയിരിക്കില്ല ഇൻറ്റു എന്ത്? പാരിസൈഡും ആൻഡ് സ്പോഞ്ചി പാരൻകൈമും. ഗ്രാസസിൽ എന്താ ഈ അത് കാരണമാണ് ഡിഫറൻഷിയേറ്റഡ് അല്ലാത്തതുകൊണ്ടാണ് ഇതിനെ ഐസോ ബൈലാറ്ററൽ ലീഫ് എന്ന് പറയുന്നത്. ഡൈക്കോട്ട് എന്തായിരുന്നു? ഡോർസി വെൻട്രൽ ലീഫ്. ഇത് ഐസോ ബൈലാറ്ററൽ ലീഫ് ആണ്. ഇതിൽ സ്റ്റൊമാറ്റോ രണ്ട് സർഫസിലും കാണും. പിന്നെ ഇതിന്റെ മീസോഫിലിന് ഡിഫറൻഷിയേറ്റഡ് ഇല്ല. ഇനി ചില ഗ്രാസസിൽ ഈ അഡാക്സിൽ എപ്പിഡെർമൽ സെൽസ് ഇല്ലേ, അത് ഈ വെയിൻസിൽ മോഡിഫൈ ചെയ്ത് ഒരു ലാർജ് എംറ്റി കളർലെസ് സെൽസ് ഉണ്ടാക്കും. അതിനെയാണ് പറയാ എന്താ? ബുള്ളിഫോം സെൽസ്. എന്ത് പറയും? ബുള്ളിഫോം സെൽസ്. ഇപ്പൊ ബുള്ളിഫോം സെൽസ് എന്താ? അതിന്റെ ഫങ്ഷൻ എന്താ? ഈ ലീവ്സ് ഈ വെള്ളവും ഒക്കെ ഒബ്സോർബ് ചെയ്ത് എന്ത്? അതിനെ ടേർജിഡ് ആക്കും. അല്ലെങ്കിൽ ചിലപ്പോ ഈ ലീഫ് ചിലപ്പോ ഇങ്ങനെ ഉണങ്ങിയ പോലെ ഉണ്ടാവില്ലേ, അത് അപ്പോ അതിന് വാട്ടർ ലോസ് കുറയ്ക്കാൻ വേണ്ടി അവരെന്ത് ചെയ്യും? ലീവ്സിന് കേളാക്കിയും ഇൻവേർഡ്സ്. അപ്പൊ അതിനാണ് ബുള്ളിഫോം സെൽസിന്റെ ഫങ്ഷൻ. പിന്നെ വീനേഷൻ എന്തായിരിക്കും? മോണോകോട്സില് പാരലൽ വീനേഷൻ ആയിരിക്കും. അവിടെ തന്നെയാണ് നമ്മളുടെ എന്ത്? വാസ്കുലർ ബണ്ടിൽസ് കാണുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ നമ്മളുടെ മോണോകോട്ട് ലീഫ്. അപ്പൊ മോണോകോട്ട് ലീഫ് ഞാൻ പറഞ്ഞുതരാം ഡയഗ്രാം വെച്ച്. രണ്ട് എപ്പിഡെർമിസിന്റെ ഡാക്സിൽ എപ്പിഡെർമിസും അബാക്സിൽ എപ്പിഡെർമിസ്. പക്ഷെ സ്റ്റൊമാറ്റോ അതേ കണ്ട, ഇവിടെയും സ്റ്റോമൽ ഓപ്പണിംഗ് ഉണ്ട്, ഇവിടെയും ഓപ്പണിംഗ് ഉണ്ട്. രണ്ടും എന്താ? ഈക്വലായി കാണാൻ പറ്റും. പിന്നെ ഇതിന്റെ ഇടയിലുള്ള ലെയർ ആണ് മീസോഫിൽ. മീസോഫിൽ പക്ഷെ ഡൈക്കോട്ട് ലീഫ് പോലെ ഇവിടെ ഡിഫറൻഷിയേറ്റ് ആയിട്ടില്ല. എന്തായിട്ട്? പാലിസേഡ് പാരൻകൈമയും സ്പോഞ്ചി പാരൻകൈമയും ആയിട്ട് ഡിഫറൻഷിയേറ്റഡ് അല്ല. പിന്നെ ഈ ചില അഡാക്സിൽ എപ്പിഡെർമിസില് ഈ വാട്ടർ കണ്ടെയ്നിങ് ക്യാവിറ്റി ഷേപ്പ് സെൽസ് ഉണ്ട്. അതിനെയാണ് ബുള്ളിഫോം സെൽസ് എന്ന് പറയാം. അത് വെള്ളം ഈ നമ്മളുടെ പ്ലാന്റിന്റെ വെള്ളം കണ്ടന്റ് അനുസരിച്ച് ലീഫിനെ അഡാപ്റ്റ് ചെയ്യാൻ സഹായിക്കും. ഓക്കെ, അപ്പൊ ഇത്രയുള്ളൂ നമ്മളുടെ മോണോകോട്ട് ലീഫ്. ഇനി ഞാൻ ഡൈക്കോട്ട് ലീഫും മോണോകോട്ട് ലീഫും തമ്മിലുള്ള ഡിഫറൻസ് ഒരു ടേബിളായി പറഞ്ഞുതരാം. ഡൈക്കോട്ട് ലീഫ് മോണോകോട്ട് ലീഫ്. ഡൈക്കോട്ട് ലീഫിൽ എന്താ? സ്റ്റൊമാറ്റ എന്തായിരിക്കും?
more common in lower side. Stomata more seen in lower epidermis. Monocot leaf law equally distributed on both sides. ഇനി ഇതില് മീസോഫിൽ എന്തായിരിക്കും ഡിഫറൻഷിയേറ്റഡ് ആണ് ഡൈക്കോട്ട് ലീഫില്. മീസോഫിൽ is differentiated into the upper palisade parenchyma and lower spongy parenchyma. ഇതിലെന്താ മീസോഫിലിസ് അൺഡിഫറൻഷിയേറ്റഡ് മോണോകോട്ട് ലീഫില്. ഓക്കെ, ഇനി എന്താ ഇതില് ബണ്ടിൽ ഷീത്ത് എന്താ ഇത് ഞാൻ പറഞ്ഞിട്ടില്ല ഈ പോയിന്റ്, പക്ഷെ ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം. ഡൈക്കോട്ട് ലീഫില് ബണ്ടിൽ ഷീത്ത് സിംഗിൾ ലെയർഡ് ആയിരിക്കും. സിംഗിൾ ലെയർഡ്. പിന്നെന്താ ആൻഡ് ഫോംഡ് ഓഫ് കളർലെസ് സെൽസ്. പക്ഷെ ഇതില് മോണോകോട്ട് ലീഫില് എന്താ സിംഗിൾ ആണെങ്കിൽ ഡബിൾ ലെയർഡ് ആയിരിക്കും. ഇവരുടെ ഡൈക്കോട്ട് ലീഫിൽ ബണ്ടിൽ ഷീത്തിന്റെ എക്സ്റ്റൻഷൻ എന്താ? കോളൻ കൈമാറ്റസ്. ഇവരുടെ മോണോകോട്ട് ലീഫിൽ അവര് സ്ക്ലീറൻ കൈമാറ്റസ് ആയിരിക്കും. സ്ക്ലീറൻ കൈമാറ്റസ് മനസ്സിലായില്ലേ? ഇതാണ് നമ്മളുടെ എന്ത് ഡൈക്കോട്ട് ലീഫും മോണോകോട്ട് ലീഫും തമ്മിൽ ഉള്ള ഡിഫറൻസ്. ഓക്കെ, ഇനി നമുക്ക് ഞാൻ എക്സ്ട്രാ കുറച്ച് പോയിന്റ്സ് പറഞ്ഞുതരാം. അതായത് എന്താ സെക്കൻഡറി ഗ്രോത്ത് എങ്ങനെ നടക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. സെക്കൻഡറി ഗ്രോത്ത് ഡൈക്കോട്ട് സ്റ്റെമിൽ എങ്ങനെ ഉണ്ടാവുന്നതെന്ന് നോക്കാം. അപ്പൊ സെക്കൻഡറി ഗ്രോത്ത് എന്ന് പറയുന്നത് എന്താ, ഗേർത്ത് ഇൻക്രീസ് ആവുന്നത്. അതിന് നമുക്ക് അതില് സഹായിക്കുന്ന സ്ട്രക്ചർ എന്താ, അതാണ് വാസ്കുലർ കേംബിയം. വാസ്കുലർ കേംബിയം കോർ കേംബിയം ആണ്, അതായത് ലാറ്ററൽ മെരിസ്റ്റംസ് ആണ് ഇൻവോൾവ്ഡ് ഇൻ സെക്കൻഡറി ഗ്രോത്ത്. അപ്പൊ ഈ സെക്കൻഡറി ഗ്രോത്ത് എന്ന ടോപ്പിക് ഇപ്പോഴത്തെ NCERT ഇല്ല, പക്ഷെ മുമ്പ് ഉണ്ടായിരുന്നു. അപ്പൊ അത് ചോദിക്കാൻ നല്ല സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ സെക്കൻഡറി ഗ്രോത്ത് ഇൻ ഡൈക്കോട്ട് സ്റ്റെം. അപ്പൊ അവരുടെ ഫങ്ഷൻ എന്താ, ഇൻക്രീസ് ഇൻ ഗേർത്ത് ഇൻ പ്ലാന്റ്സ്. Increase in girth in plants. ഇനി വാസ്കുലർ കേംബിയം കോർ കേംബിയം ആണ് റെസ്പോൺസിബിൾ. വാസ്കുലർ കേംബിയം ആൻഡ് കോർ കേംബിയം is responsible. ഓക്കെ, ഇനി കേംബിയൽ റിംഗ് ആണ് ഫസ്റ്റ് ഫോം ചെയ്യുക. സ്റ്റെപ്സ് എന്താ നോക്കാം. ഫസ്റ്റ് എന്താ, ഫോർമേഷൻ ഓഫ് കേംബിയൽ റിംഗ്. കേംബിയൽ റിംഗ് എന്ന് പറയുന്നത് എന്താ, ഇൻട്രാഫാസിക്കുലർ കേംബിയം ഉണ്ട്, ഇന്റർഫാസിക്കുലർ കേംബിയം ഉണ്ട്. ഇൻട്രാഫാസിക്കുലർ പ്ലസ് ഇന്റർഫാസിക്കുലർ കേംബിയം. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ടാണ് നമ്മളുടെ എന്ത് സെക്കൻഡറി സൈലോം സെക്കൻഡറി ഫ്ലോയും ഫോം ചെയ്യണത്. അത് കഴിഞ്ഞിട്ട് എന്താവും, അത് കഴിഞ്ഞിട്ടാണ് സ്പ്രിംഗ് വുഡും ഓട്ടം വുഡും ഉണ്ടാവും. ഫോർമേഷൻ ഓഫ് സ്പ്രിംഗ് വുഡ് പിന്നെ ഓട്ടം വുഡ്. ഇത് ജസ്റ്റ് ഞാൻ പറയുന്നുള്ളൂ, നിങ്ങൾക്ക് ഇതിന് സ്കൂൾ എക്സാംസ് ഒന്നും ആവശ്യമില്ല. അത് കഴിഞ്ഞിട്ടാണ് കോർ കേംബിയം അല്ലെങ്കിൽ ഫെല്ലോജൻ ഡെവലപ്പ് ആവുന്നത്. ഫെല്ലോജൻ ഡെവലപ്സ്. ഓക്കെ, അപ്പൊ
അപ്പൊ കോർ കേമ്പിയം എന്താണ് അതിന്റെ സ്ട്രക്ചർ, കോൺസ്റ്റിറ്റ്യൂഷൻ ഞാൻ പറഞ്ഞുതരാം. കോർ കേമ്പിയം എന്ന് പറയണത് നമ്മളുടെ കോർക്കില്ലേ, കോർക്കിനെ പറയണതാണ് ഫെല്ലം. ഫെല്ലം പ്ലസ് എന്ത് വരും, സെക്കൻഡറി കോർട്ടെക്സ്. സെക്കൻഡറി കോർട്ടെക്സ് അതാണ് ഫെല്ലോഡേം. ഇത് രണ്ടും കൂടിയിട്ടാണ് ഫെല്ലം പ്ലസ് ഫെല്ലോഡേം ഇസ് ഈക്വൽ ടു ഫെല്ലോജൻ. ഓക്കെ, ഇതാണ് സെക്കൻഡ് ടോപ്പിക് ആണ്. അത് NCERT ഇപ്പൊ കൊടുത്തിട്ടില്ല, പക്ഷെ അത് വരാൻ ചാൻസ് ഉണ്ട് ഈ നീറ്റിന്, കാരണം ഞങ്ങളുടെ സമയത്തൊക്കെ ഉണ്ടായിരുന്ന ടോപ്പിക് ആയിരുന്നു അത്. അപ്പൊ ഇനി നമുക്ക് എന്താ ജസ്റ്റ് ഒന്ന് സമ്മറൈസ് ചെയ്യാം. ഓക്കെ, അപ്പൊ സമ്മറൈസ് ചെയ്യാൻ എന്താ, ഒരു അനാറ്റമിക്കലി എന്താ പ്ലാന്റ് പല ടൈപ്പ് ടിഷ്യൂസ് ആയിട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ പ്ലാന്റ് ടിഷ്യൂസ് നമുക്ക് എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം? ഈ ഡിവൈഡ് ചെയ്യുന്ന ടിഷ്യൂസ് ഉണ്ട്, അതാണ് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ്. അതിൽ എക്സാമ്പിൾസ് ഉണ്ട്, എപ്പിക്കൽ ഉണ്ട്, ലാറ്ററൽ ഉണ്ട്, ഇന്റർകാലറി ഉണ്ട്. പിന്നെ ഉള്ളതാണ് പെർമനന്റ്. പെർമനന്റ് അവർ ഡിവൈഡ് ചെയ്യില്ല, അവർക്ക് ഒരു അസൈൻ ഫംഗ്ഷൻ ഉണ്ട്. പെർമനന്റ് രണ്ട് ടൈപ്പ് ഉണ്ട്, സിമ്പിളും കോംപ്ലക്സും. ഇനി ഇവരുടെ ഫങ്ഷൻസ് എന്താ ടിഷ്യൂവിന്റെ? ഫുഡ് ഉണ്ടാക്കല്, അല്ലെങ്കിൽ ഫുഡ് സ്റ്റോർ ചെയ്യുക, ഫുഡ് ട്രാൻസ്പോർട്ട് ചെയ്യുക, വാട്ടർ മിനറൽസും ബാക്കി ഫോട്ടോസിന്തേറ്റ്സ് ട്രാൻസ്പോർട്ട് ചെയ്യും, മെക്കാനിക്കൽ സപ്പോർട്ട് കൊടുക്കാനാണ് ഈ ടിഷ്യൂസിന്റെ ഫങ്ഷൻ. അപ്പൊ 3 ടൈപ്പ് ടിഷ്യൂ സിസ്റ്റം ഉണ്ട്, എപ്പിഡെർമൽ, ഗ്രൗണ്ട്, വാസ്കുലർ. അപ്പൊ എപ്പിഡെർമൽ ടിഷ്യൂ എന്താ, അതാണ് മെയിൻ ബൾക്ക് ഉണ്ടാക്കുക പ്ലാന്റിന്റെ. സോറി, എപ്പിഡെർമൽ ടിഷ്യൂ ആണ് മറ്റേ ഔട്ടർമോസ്റ്റ് കവറിങ്. അതിൽ മെയിൻലി ഇൻക്ലൂഡഡ് എന്താ, എപ്പിഡെർമൽ സെൽസ് ഉണ്ടാവും, സ്റ്റൊമാറ്റോ അല്ലെങ്കിൽ വേറെ അപ്പൻഡേജസ്. അപ്പൻഡേജസ് എന്ന് പറയുന്നത് നമ്മളുടെ റൂട്ടിലാണെങ്കിൽ നമ്മുടെ റൂട്ട് ഹെയർസ് ഉണ്ടാവും, സ്റ്റെമ്മിലാണെങ്കിൽ നമ്മളുടെ ഇതുണ്ടാവും, ട്രൈക്കോംസ്. അത് കഴിഞ്ഞിട്ടാണ് ഗ്രൗണ്ട് ടിഷ്യൂ. ഗ്രൗണ്ട് ടിഷ്യൂ എന്ന് പറയുന്നത് എന്താ, അത് ബൾക്ക് ആണ്, പ്ലാന്റിന്റെ ഏറ്റവും ബൾക്ക്. അതായത് എപ്പിഡെർമിസും വാസ്കുലർ ബണ്ടിലും ഒഴിച്ചിട്ടുള്ള ടിഷ്യൂ സിസ്റ്റം ആണ് നമ്മളുടെ ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റം. അത് 3 സോൺസിലാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത്. നമുക്കറിയാം, കോർട്ടെക്സ്, പെരിസൈക്കിൾ ആൻഡ് പിത്ത്. ഇനി വാസ്കുലർ ടിഷ്യൂ സിസ്റ്റം എന്താ, പല ടൈപ്പ് ഉണ്ട് വാസ്കുലർ ബണ്ടിൽസ്, സൈലോം ഫ്ലോയും. പിന്നെ അതെന്തായിരിക്കും, അതിന്റെ റേഡിയസ് അനുസരിച്ച് 2 ക്ലാസിഫിക്കേഷൻ ഉണ്ട്, റേഡിയൽ ആൻഡ് കൺജോയിന്റ്. പിന്നെ ഓപ്പൺ ആൻഡ് ക്ലോസ്ഡ്. ഓപ്പൺ ആൻഡ് ക്ലോസ്ഡ് എന്തുകൊണ്ടാണ്, ഈ വാസ്കുലർ ബണ്ടിൽ ഷീറ്റ് കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ലോസ്ഡ് ആയിരിക്കും, ഇല്ലെങ്കിൽ അത് ഓപ്പൺ ആയിരിക്കും. പിന്നെ നമ്മൾ കണ്ട എന്താ, ഡൈക്കോട്ട് റൂട്ടിന്റെയും മോണോക്കോട്ട് റൂട്ടിന്റെയും ഡിഫറൻസ്, ഡൈക്കോട്ട് പ്ലാന്റ് മോണോക്കോട്ട് പ്ലാന്റ് ഡിഫറൻസ്. പിന്നെ അവരുടെ എന്താ പറയാ, പിന്നെ അവര് ഈ സെക്കൻഡറി ഗ്രോത്ത് എങ്ങനെ നടക്കുന്നത് അതൊക്കെ നമ്മൾ കണ്ടു. പിന്നെ ഡൈക്കോട്ട് ലീഫും മോണോക്കോട്ട് ലീഫും ആണ് നമ്മൾ മെയിൻലി കണ്ടത്. ഓക്കെ, ഇനി നമുക്ക് എക്സസൈസസ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് draw illustrations to bring out the anatomical difference between monocot root and dicot root. ഓക്കെ, അപ്പൊ നമുക്ക് മോണോക്കോട്ട് റൂട്ടും ഡൈക്കോട്ട് റൂട്ടും ഒന്നും കൂടി നോക്കാം. ഞാനൊരു ടേബിള് തന്നിരുന്നില്ലേ, ഓർമ്മയുണ്ടോ? ഇതാണ് ഡൈക്കോട്ട് റൂട്ടും മോണോക്കോട്ട് റൂട്ടും തമ്മിലെ ഡിഫറൻസ്. അപ്പൊ ഫസ്റ്റ് എന്താ ഡിഫറൻസ്? കോർട്ടെക്സ്. കോർട്ടെക്സ് ഏതിൽ നാരോ ആയിരിക്കും? ഡൈക്കോട്ട് റൂട്ടില്. പിന്നെ എൻഡോഡെർമിസ് തിക്കന്റെ ഇതിലായിരിക്കും മോണോക്കോട്ട് റൂട്ടില്. പിന്നെ കാസ്പീരിയൻ സ്ട്രിപ്സ് കാണുക ഇതില് ഡൈക്കോട്ട് റൂട്ടിലാണ് കാസ്പീരിയൻ സ്ട്രിപ്സ് കാണുക. പിന്നെ ഡൈക്കോട്ട് റൂട്ടിൽ സൈലും ഫ്ലോ എന്തായിരിക്കും? കുറച്ചേ കാണുള്ളൂ, 2 to 6. പക്ഷെ മോണോക്കോട്ടില് ഈ 6 കൂടുതൽ ഉണ്ടാവും. പിന്നെ പിത്ത് എന്തായിരിക്കും? ഡൈക്കോട്ട് റൂട്ടിൽ ആബ്സെന്റ് ആയിരിക്കും, പക്ഷെ മോണോക്കോട്ട് റൂട്ടിൽ എന്താ വെൽ ഡെവലപ്ഡ് ആണ്. പിന്നെ സെക്കൻഡറി ഗ്രോത്ത് ഏതിൽ കാണാം? ഡൈക്കോട്ട് റൂട്ടില്. മോണോക്കോട്ട് റൂട്ടിൽ എന്താ സെക്കൻഡറി ഗ്രോത്ത് ഇല്ല. അപ്പൊ ഇതായിരുന്നു ഡൈക്കോട്ടും മോണോക്കോട്ട് റൂട്ടും തമ്മിലുള്ള ഡിഫറൻസ്. നമുക്ക് അതിന്റെ ഡയഗ്രാം നോക്കാം. ഈ ഡയഗ്രാം ആണ് നിങ്ങൾക്ക് വരയ്ക്കേണ്ടത്. ഏറ്റവും മുകളിൽ എപ്പിഡെർമിസ് ഉണ്ട്, അതിന് റൂട്ട് ഹെയർ ഉണ്ട്. അത് കഴിഞ്ഞ കോർട്ടെക്സ് ഉണ്ട്. കോർട്ടെക്സിൽ ലൂസ്ലി അറേഞ്ച്ഡ് സെൽസ് ആണ് ഇന്റർസെല്ലുലർ സ്പേസ്. പിന്നെ കോർട്ടെക്സ് അടിയിൽ വരുമ്പോൾ ഇങ്ങനെ കോമ്പാക്ട്ലി പാക്ഡ് എൻഡോഡെർമിസ് ആവും. എൻഡോഡെർമിസിന്റെ ഉള്ളിൽ എന്താവും? പെരിസൈക്കിൾ ഉണ്ട്. ഇവരുടെ എൻഡോഡെർമിസിൽ എന്താ പ്രത്യേകത? കാസ്പേരിയൻ സ്ട്രിപ്സ് ഉണ്ട്. കാസ്പേരിയൻ സ്ട്രിപ്സ് എന്താ? വാക്സ് സ്ട്രിപ്സ് ആണ്. പിന്നെ പെരിസൈക്കിൾ ഉണ്ട്. പെരിസൈക്കിളിന്റെ ഫംഗ്ഷൻ എന്താ? ഈ കേമ്പിയം പ്രൊഡ്യൂസ് ചെയ്യാൻ സെക്കൻഡറി ഗ്രോത്തിന്. അത് കഴിഞ്ഞ് നമ്മളുടെ സൈലും ഫ്ലോയും ഉണ്ട്. പിന്നെ നടുവിൽ പിത്ത് ഉണ്ട്. ഇവരുടെ പിത്ത് അത്ര എപ്രിഷിയബിൾ അല്ല. പിന്നെ ഇത്രയാണ് നമ്മളുടെ എന്താ പറയാ ഡൈക്കോട്ട് റൂട്ട്.
ഇനി നമുക്ക് മോണോകോട്ട് റൂട്ടിൽ ഇതേപോലെ എപ്പിഡെർമിസ് ഉണ്ട്, റൂട്ട് ഹെയർ ഉണ്ട്, കോർട്ടെക്സ് ഉണ്ട്, എൻഡോഡെർമിസ് ഉണ്ട്, പെരിസൈക്കിൾ ഉണ്ട്. പക്ഷെ ഇവരുടെ എൻഡോഡെർമിസിൽ എന്തുണ്ടാവും? പ്രത്യേകിച്ച് സെയിം തന്നെയാണ് എൻഡോഡെർമിസ്, പക്ഷെ ഇവരുടെ ഡിഫറൻസ് ആണ് സൈലും ഫ്ലോയും എന്തായിരിക്കും? കുറെ ഉണ്ടായിരിക്കും, പിത്തും വലുതായിരിക്കും. ഓക്കെ, ഇതാണ് എക്സസൈസിന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ. Cut a transfer section of young stem of a plant from your school garden and observe it under the microscope. How do you ascertain whether it is a monocot stem or a dicot stem? Okay. അപ്പൊ ഇതിനെന്താ, നമ്മൾ ഒരു പ്ലാന്റ് എടുത്തു, എന്നിട്ട് അത് വെട്ടിയിട്ട് അതിന്റെ ഒരു ക്രോസ് സെക്ഷൻ നമ്മൾ എവിടെ കണ്ടു? മൈക്രോസ്കോപ്പിൽ കണ്ടു. അപ്പൊ അത് എന്ത് സാധനം, ഡൈക്കോട്ട് സ്റ്റെം ആണോ മോണോകോട്ട് സ്റ്റെം ആണോ എന്ന് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന്. അപ്പൊ അതിന്റെ ഡിഫറൻസസ് എന്താന്ന് അറിയണ്ടേ, ഡൈക്കോട്ട് സ്റ്റെമ്മും മോണോകോട്ട് സ്റ്റെമ്മും. അപ്പൊ അത് നമുക്ക് ഏറ്റവും ആദ്യം നോക്കാം. ഇതിൽ ഇതേപോലെ ഡൈക്കോട്ട് സ്റ്റെമ്മിൽ എന്താ, ഗ്രൗണ്ട് ടിഷ്യൂ ഡിഫറൻഷിയേറ്റഡ് ആണ്. എന്തുകൊണ്ട്? കോർട്ടെക്സ്, എൻഡോഡെർമിസ്, പെരിസൈക്കിളും പിത്തായിട്ട് ഡിഫറൻഷിയേറ്റഡ് ആണ്. പക്ഷെ മോണോകോട്ട് സ്റ്റെമ്മിൽ എന്താ, സെയിം ടൈപ്പ് ഓഫ് സിമിലർ സെൽസ് മാത്രമേ കാണുള്ളൂ. പിന്നെ ഡൈക്കോട്ട് സ്റ്റെമ്മിൽ വാസ്കുലർ ബണ്ടിൽസ് എന്താ, ഒരു റിംഗ് ഷേപ്ഡ് അറേഞ്ച്മെന്റ് ആണ്. പക്ഷെ മോണോകോട്ട് സ്റ്റെംസിലോ വാസ്കുലർ ബണ്ടിൽസ് എന്താ, സ്കാറ്റേർഡ് ത്രൂ ഔട്ട് ആണ്. ഓക്കെ, പിന്നെ ഈ ഡൈക്കോട്ട് സ്റ്റെമ്മിൽ എന്താ, വാസ്കുലർ ബണ്ടിൽസ് ഓപ്പൺ ആണ്, അവർക്ക് എന്താ ബണ്ടിൽ ഷീറ്റ് ഒന്നുമില്ല. പക്ഷെ മോണോകോട്ട് സ്റ്റെംസിൽ വാസ്കുലർ ബണ്ടിൽസ് ക്ലോസ്ഡ് ആണ്. സെക്കൻഡറി ഗ്രോത്ത് ഏതിൽ കാണും? ഡൈക്കോട്ട് സ്റ്റെം. മോണോകോട്ട് സ്റ്റെമ്മിൽ സെക്കൻഡറി ഗ്രോത്ത് ആബ്സെന്റ് ആയിരിക്കും. പിന്നെ സ്റ്റൊമാറ്റ എന്തായിരിക്കും? ഡൈക്കോട്ട് സ്റ്റെമ്മില് കിഡ്നി ഷേപ്ഡ് ആയിരിക്കും, പക്ഷെ മോണോകോട്ട് സ്റ്റെമ്മിൽ അവര് ഡംബൽ ഷേപ്ഡ് ആയിരിക്കും. ഓക്കെ, പിന്നെ അവരുടെ ഡയഗ്രാം നമുക്ക് നോക്കാം. ദേ ഏറ്റവും മുകളിൽ എപ്പിഡെർമിസ് ഉണ്ട്, പിന്നെ ഗ്രൗണ്ട് ടിഷ്യൂല് കോളൻകൈമ ഉണ്ട്, പാരൻകൈമ ഉണ്ട്, എൻഡോഡെർമിസ്, പെരിസൈക്കിൾ. പിന്നെ പെരിസൈക്കിൾ എന്താ, ഫ്ലോയത്തിന്റെ അവിടെ ഈ സെമിലൂണാർ പാച്ച് ആയി കവർ ചെയ്യും. പിന്നെ നമുക്ക് ഡൈക്കോട്ട് ആയതുകൊണ്ട് കേമ്പിയം കാണാം, പിന്നെ മെറ്റാക്സൈലും കാണാം, പ്രോട്ടോക്സൈലും കാണാം, പിത്തും കാണാം. അതേപോലെ മോണോകോട്ടിൽ എന്താ, എപ്പിഡെർമിസ് ഉണ്ട്, ഹൈപ്പോഡെർമിസ് ഉണ്ട്. പക്ഷെ ഹൈപ്പോഡെർമിസ് എന്താ, ഡിഫറൻഷിയേറ്റഡ് അല്ല. പിന്നെ വാസ്കുലർ ബണ്ടിൽസ് കാണാം, സൈലും ഫ്ലോയും കാണാം, ഗ്രൗണ്ട് ടിഷ്യൂവും കാണാം. ഓക്കെ ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. The transfer section of a plant material shows the following anatomical features. The vascular bundles are conjoined, scattered and surrounded by in the sclerenchymatous bundle sheath. Phloem parenchyma in the absent ആണ്. അപ്പൊ ഇതെന്താണ്? How will you identify it as? ഒരു പ്ലാന്റിന്റെ വാസ്കുലർ ബണ്ടിൽസ് കൺജോയിന്റ് ആണ്. കൺജോയിന്റ് ആണെങ്കിൽ അത് എന്തായിരിക്കും? ഓർത്തോക്ക്, സ്കാറ്റേർഡും ആണ്, സ്ക്ലെറൻകൈമാറ്റസ് ബണ്ടിൽ ഷീത്ത് ഉണ്ട്. അതാണ് നമ്മളുടെ എന്ത്, മോണോകോട്ട് സ്റ്റെം. ദേ ഇതിൽ തന്നെ മോണോകോട്ട് സ്റ്റെമ്മിൽ സ്ക്ലെറൻകൈമാറ്റസ് ഹൈപ്പോഡെർമിസ് ഉണ്ട്, പിന്നെ ലാർജ് നമ്പർ ഓഫ് വാസ്കുലർ ബണ്ടിൽസ് ഉണ്ട്, അതിനെ സറൗണ്ട് ചെയ്ത് സ്ക്ലെറൻകൈമാറ്റസ് ബണ്ടിൽ ഷീത്ത് ഉണ്ട്, പിന്നെ വാസ്കുലർ ബണ്ടിൽസ് കൺജോയിന്റ് ആണ്, പിന്നെ ഫ്ലോയം ഇസ് യൂഷ്വലി ആബ്സെന്റ്. അപ്പൊ അതിന്റെ ആൻസർ എന്താ? മോണോകോട്ട് സ്റ്റെം. ഇനി വാട്ട് ഇസ് സ്റ്റൊമാറ്റൽ അപ്പാരറ്റസ്? സ്റ്റൊമാറ്റൽ അപ്പാരറ്റസ് എന്താ? ഒരു എപ്പിഡെർമൽ ഇതാണ്, അപ്പൻഡേജസ് ആണ്. എപ്പിഡെർമിസ് ഡെവലപ്പ് ആയി വരുന്ന സ്ട്രക്ചർ ആണ് സ്റ്റൊമാറ്റ. സ്റ്റൊമാറ്റ എന്താണ്? സ്റ്റൊമാറ്റൽ അപ്പാരറ്റസിൽ എന്തൊക്കെയുണ്ട്? ആദ്യം 2 ഗാർഡ് സെൽസ് ഉണ്ട്. ഡൈക്കോട്ട് ആണെങ്കിൽ അതെന്താ, ഇതേപോലെ കിഡ്നി ഷേപ്ഡ് ആയിരിക്കും. മോണോകോട്ട് ആണെങ്കിൽ ഡംബിൾ ഷേപ്ഡും ആയിരിക്കും. അതിന്റെ ഇടയിൽ ഒരു ഓട്ടയുണ്ട്, അതായത് ഹോൾ, അതാണ് സ്റ്റൊമാറ്റൽ പോർ. അതിൽ കൂടെയാണ് ഗേഷ്യസ് എക്സ്ചേഞ്ച് നടക്കുക. പിന്നെ ഉള്ളത് എന്താ, ഈ ഗാർഡ് സെൽസിനെ സറൗണ്ട് ചെയ്ത് എന്തുണ്ടാവും? സബ്സിഡിയറി സെൽസ്. അപ്പോ ഈ സബ്സിഡിയറി സെൽസ് പ്ലസ് ഗാർഡ് സെൽസ് പ്ലസ് എന്താ പറയാ, സ്റ്റൊമാറ്റൽ അപ്പേർച്ചറിനെയാണ് നമ്മൾ എന്ത് പറയും? സ്റ്റൊമാറ്റൽ അപ്പാരറ്റസ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് എന്ന് ഇതില് NCERT ചോദിച്ചത്. എക്സ്പ്ലെയിൻ ദ സ്ട്രക്ചർ ഓഫ് സ്റ്റൊമാറ്റ വിത്ത് വെൽ ലേബിൾ ഡയഗ്രാം. അത് ഞാൻ പറഞ്ഞു. ഇനി നെയിം ദ 3 ബേസിക് ടിഷ്യൂ സിസ്റ്റംസ് ഇൻ ദ ഫ്ലവറിംഗ് പ്ലാന്റ്സ്. അത് ഏതൊക്കെയാ പറ നിങ്ങൾ എൻ്റെ ഒപ്പം. എപ്പിഡെർമൽ, ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റം,
വാസ്കുലർ ടിഷ്യൂ സിസ്റ്റം. ഓക്കെ, ഇനി എപ്പിഡെർമലിൽ എന്തൊക്കെ ഉണ്ടാവും? നമ്മളുടെ എപ്പിഡെർമിസ് ഉണ്ടാവും, പിന്നെ എന്തുണ്ടാവും? സ്റ്റൊമാറ്റ ഉണ്ടാവും, പിന്നെ എപ്പിഡെർമൽ അപ്പൻഡേജസ് ഉണ്ടാവും, അതായത് ഹെയർ, പിന്നെന്താ? ട്രൈക്കോം. ഓക്കെ, ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റം എന്താ? മെയിൻലി മീസോഫിൽ. മീസോഫിലാണ് ക്ലോറോപ്ലാസ്റ്റ് ഉള്ളത്. ഈ വാസ്കുലർ ടിഷ്യൂ സിസ്റ്റം എന്താ? നമ്മളുടെ സൈലം ആൻഡ് ഫ്ലോയം. മനസ്സിലായില്ലേ? ഇനി ഹൗ ഇസ് ദ സ്റ്റഡി ഓഫ് പ്ലാന്റ് അനാറ്റമി യൂസ്ഫുൾ ടു അസ്? എങ്ങനെയാ? നിങ്ങൾ തന്നെ പറ. നമ്മൾ ഈ പ്ലാന്റ് അനാറ്റമി പഠിച്ചത് എന്തിനാ? ഇപ്പൊ പ്ലാന്റ് അനാറ്റമി പഠിച്ചുകൊണ്ടാണ് നമുക്ക് ഈ ഇതുവരെ കണ്ടുപിടിക്കാത്ത പ്ലാന്റ്സ് നമ്മൾ എവിടെയും കണ്ടു. അതിനെ കുറിച്ച് പഠിക്കുകയാണ്. എന്താ പറയാ, ഐഡന്റിഫിക്കേഷൻ അല്ലെങ്കിൽ സ്റ്റഡി, ഫർദർ സ്റ്റഡീസ്, അല്ലെങ്കിൽ ന്യൂട്രീഷണൽ വാല്യൂ അറിയണമെങ്കിൽ, മെഡിസിനൽ പ്രോപ്പർട്ടീസ് നമുക്ക് അറിയണമെങ്കിൽ അതിനൊക്കെ സഹായിക്കുന്നതാണ് നമ്മളുടെ പ്ലാന്റ് അനാറ്റമി അറിഞ്ഞാൽ നമുക്കിത് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഡിസ്ക്രൈബ് എന്താ? ഇന്റേണൽ സ്ട്രക്ചർ ആണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഡോർസി വെൻട്രൽ ലീഫിന്റെ എന്താ ഇന്റേണൽ സ്ട്രക്ചർ ഐഡന്റിഫൈ ചെയ്യണം വിത്ത് ദ ഹെൽപ്പ് ഓഫ് എന്താ? വെൽ ലേബിൾ ഡയഗ്രം. വെൽ ലേബിൾ ഡയഗ്രം എവിടെ? സോറി, ഇതാണ് നമ്മളുടെ ഡൈക്കോട്ട് ലീഫ്. അപ്പൊ ഡൈക്കോട്ട് ലീഫിൽ എന്താ? ഔട്ടോമോസ്റ്റ് എന്താ? എഡാക്സ് എപ്പിഡെർമിസ് ഉണ്ട്. അതിനെ കവർ ചെയ്യാൻ ഡാക്സിൽ എപ്പിഡെർമിസും അബാക്സിലും ഉണ്ട്. പിന്നെ അതിന്റെ ഇടയിലാണ് നമ്മൾ ഒരു മീസോഫില് കാണും. മീസോഫിലാണ് നമുക്ക് എന്താ പറയാ? ക്ലോറോപ്ലാസ്റ്റ് കാണാം. പിന്നെ വാസ്കുലർ ബണ്ടിൽസ് കാണും, അതായത് സൈലവും ഫ്ലോയും. ഓക്കെ, ഇതാണ് നമ്മളുടെ ഡോർസി വെൻട്രൽ ലീഫിന്റെ അനാറ്റമി. അപ്പോൾ NCERT എക്സസൈസസ് കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഞാൻ കുറച്ച് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് പറഞ്ഞുതരാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്ട്രാ ക്വസ്റ്റ്യൻസ്. Name the tissue represented by jute fibers used for making the ropes. First one. Name the tissue represented by the jute fibers used for making the ropes. അതാണ് നമ്മളുടെ എന്ത്? സ്ക്ലീറൻ കൈമ. സ്ക്ലീറൻ കൈമ എന്താന്ന് പറഞ്ഞു? ഈ ഡെഡ് ആൻഡ് ലിഗ്നിഫൈഡ് സെൽ വോൾസ് ഉള്ള സാധനമാണ്. മെക്കാനിക്കൽ സപ്പോർട്ട്. അപ്പൊ റോപ്പ് എന്ന് പറഞ്ഞ കയറിന് എത്ര സ്ട്രെങ്ത് വരുന്ന ജൂട്ട് ഫൈബേഴ്സ് എന്താ? ഇത് സ്ക്ലീറൻ കൈമയാണ്. ഇനി which kind of roots have polyarch vascular bundles? പറ, ഏതിനാണ് പോളിയാർക്ക്? പോളിയാർക്ക് എന്ന് പറഞ്ഞാൽ രണ്ടിൽ കൂടുതൽ. അതെന്തിലായിരിക്കും എന്ന് വെച്ചാൽ രണ്ടിലല്ല, 2 to 6 കൂടുതൽ. അതാണ് നമ്മളുടെ മോണോകോട്ട് റൂട്ട്. നമ്മളിതൊക്കെ NCERT പഠിച്ചതാ അല്ലെ? ഇനി മൂന്നാമത്തെ, വാട്ട് ഇസ് ഹാർട്ട് വുഡ്? ഇത് ആക്ച്വലി NCERT ഇല്ല, ഇപ്പോ പഴയ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അതെന്താ? അത് ഹാർഡ് സെൻട്രൽ റീജിയൻ ഓഫ് ട്രീ ട്രങ്ക് ആണ്. മെയിൻലി സൈലം വെസൽസ് ആണ് കാണുക. അപ്പോ ഈ മരത്തടിയുടെ സെൻട്രൽ റീജിയൻ ആണ് മേഡപ്പ് ഓഫ് സൈലം വെസൽസ്. Made up of xylem vessels. State the role of pith in a stem. And it stores food material. In fifth, what are bulliform cells found in leaf? Sorry, where are bulliform cells found in leaves?
എവിടെയാ ഞാൻ അന്ന് തന്നെ പഠിപ്പിച്ച ബുള്ളിഫോം സെൽസ് ചെയ്ത മോണോകോട്ട് ലീവ്സിൽ ഈ ക്യാവിറ്റി കണ്ടെയ്നിങ് സെൽസ് ആണ് അപ്പർ എപ്പിഡെർമിസിൽ കാണുന്നത്. പ്രസന്റ് ഇൻ upper epidermis of monocot leaves. Which meristem produces growth in length? അപ്പൊ ഞാൻ 3 ടൈപ്പ് മെരിസ്റ്റം പറഞ്ഞിരുന്നു. ഒരു മെരിസ്റ്റം എന്താ ഹൈറ്റ് കൂട്ടും, ഒരു മെരിസ്റ്റം മെച്യൂർ ഫങ്ഷൻ ആണ്, ഒരു മെരിസ്റ്റത്തിന് എന്താ ഈ സൈഡിൽ കൂടെ ഓക്കെ സൈഡ് ഗേർത്ത് കൊടുക്കുന്നതാണ് മറ്റേത്. എന്ത് മെരിസ്റ്റം? നമ്മളുടെ ലാറ്ററൽ മെരിസ്റ്റം. അപ്പോ വിച്ച് മെരിസ്റ്റം plays role in the growth of growth by length? ഏതാ? നമ്മളുടെ എപ്പിക്കൽ മെരിസ്റ്റം. ഓക്കെ, എപ്പിക്കൽ മെരിസ്റ്റം. പക്ഷെ ലാറ്ററൽ മെരിസ്റ്റത്തിന്റെ ഫംഗ്ഷൻ എന്താ? ലാറ്ററൽ മെരിസ്റ്റം ജസ്റ്റ് എന്താ സൈഡ് വേ ഗ്രോത്ത് ആണ്, അതായത് നമ്മൾ തടി അതാണ് അവർ ചെയ്യുന്നത്. ഇനി സെവൻത് ക്വസ്റ്റ്യൻ ഇതാണ്. What forms the cambial ring in dicot stem during secondary growth? ഇത് ഇന്നലെ ഞാൻ പറഞ്ഞു തന്നതാ. എന്താ? പെരിസൈക്കിൾ എന്തായിരുന്നു? പെരിസൈക്കിൾ എൻഡോഡെർമിസ് തൊട്ട് താഴെയുള്ള ടിഷ്യൂ ലെയർ ആണ്. അത് ഡൈക്കോട്ട് സ്റ്റെമ്മിൽ കാണും. അതിന്റെ ഫംഗ്ഷൻ എന്താ? കേമ്പിയം ഫോം ചെയ്യാൻ. അത് സെക്കൻഡറി ഗ്രോത്തിന് സഹായിക്കുകയും ചെയ്യും. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 8. നെയിം ദ anatomical layer in the root from which the lateral branches of root originate. അത് ഏതിലാണ് lateral branches of root originate ആവണ? എവിടുന്ന ആലോചിച്ച് നോക്ക്. lateral branches of root ആലോചിച്ച് നോക്ക്. അതാണ് നമ്മളുടെ പെരിസൈക്കിൾ of mature zone. ഓക്കെ, ലാറ്ററൽ ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ ലാറ്ററൽ മെരിസ്റ്റം ആണ് അവിടെ ആക്ട് ആവുന്നത്. ഇനി 9th ക്വസ്റ്റ്യൻ. വിച്ച് ടിഷ്യൂ ഓഫ് ലീഫ് കണ്ടെയ്ൻസ് ക്ലോറോപ്ലാസ്റ്റ്? എന്ന് പഠിപ്പിച്ചോളൂ. ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റം ആണത്. അതെന്താണ്? നമ്മളുടെ മീസോഫിൽ ആണ്. മീസോഫിൽ. ഓക്കെ, ഇനി 10th question. A plant tissue when stained shows the presence of hemicellulose and pectin. A plant tissue when stained showed the presence of hemicellulose and pectin in cell wall of its cells. അതെന്താ ടിഷ്യൂ? നെയിം ദ ടിഷ്യൂ. അതാണ് നമ്മളുടെ കോളൻ കൈമ പറഞ്ഞല്ലേ. അത് കാരണം അത് നമ്മുടെ മെക്കാനിക്കൽ സപ്പോർട്ടിന് സഹായിക്കും. മെക്കാനിക്കൽ സപ്പോർട്ട്. ഓക്കെ, അപ്പൊ ഇത്രയുള്ള നമ്മളുടെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ്. കാരണം ഇത്രയും ഇതിൽ ചോദിക്കാറുള്ളൂ. പക്ഷെ ഈ സ്ട്രക്ചേഴ്സും ഓരോ ഡയഗ്രാംസും നിങ്ങൾ എന്താ നന്നായി പഠിക്കണം. അപ്പൊ നമുക്ക് ഒന്നുകൂടി റിവൈസ് ചെയ്യാം. അനാറ്റമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്.
അനാറ്റമി നമ്മൾ കണ്ടത് എന്താ, ടിഷ്യൂസ് ആണ്. ടിഷ്യൂ എന്ന് പറയുന്നത് എന്താ, ഒരു ഗ്രൂപ്പ് ഓഫ് സെൽസ് ആണ്. ഒരു സെയിം ഒറിജിൻ ഉള്ള ഗ്രൂപ്പ് ഓഫ് സെൽസ് ഒരു സ്പെസിഫിക് ഫംഗ്ഷൻ ചെയ്യും. ഈ പ്ലാന്റിൽ ടിഷ്യൂ സിസ്റ്റം 3 ടൈപ്പ് ഉണ്ട്. എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം ഉണ്ട്, ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റം ഉണ്ട്, പിന്നെ വാസ്കുലർ. അപ്പൊ എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം എന്ന് പറയുന്നത് എന്താ, ഒരു ഔട്ടർ മോസ്റ്റ് കവറിംഗ് ആണ് പ്ലാന്റ് ബോഡിയുടെ, കംപ്രൈസിങ് ഓഫ് എന്താ, എപ്പിഡെർമൽ സെൽസ്, സ്റ്റൊമാറ്റ, പിന്നെ ട്രൈക്കോംസും ഹെയർസും. ഇനി സ്റ്റൊമാറ്റ എന്താ, സ്റ്റൊമാറ്റ എന്ന് പറയുന്നത് ഒരു സ്റ്റൊമാറ്റിലെ പാരറ്റസിന്റെ അതിൽ ഗാർഡ് സെൽസ് എന്ന് പറഞ്ഞ 2 സെല്ലുണ്ട്. ഗാർഡ് സെൽസിന്റെ നടുവിൽ സ്റ്റൊമാറ്റിൽ പോർ ഉണ്ട്. ഗാർഡ് സെൽസിനെ കവർ ചെയ്ത് ഒരു കുറച്ച് പാരൻകൈമാറ്റിക് സെൽസ് ഉണ്ട്, എപ്പിഡെർമൽ സെൽസ്. അവരെയാണ് നമ്മൾ പറയാ സബ്സിഡിയറി സെൽസ്. അപ്പൊ ഇതിനെയാണ് നമ്മൾ സ്റ്റൊമാറ്റിലെ പാരറ്റസ് എന്ന് പറയുന്നത്. സ്റ്റൊമാറ്റിലെ പാരറ്റസ് ആണ് ഇത്. അതിന്റെ സ്ട്രക്ചേഴ്സ് ഡൈക്കോട്ടും മോണോക്കോട്ടിലും ഡിഫറൻസ് നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് നോക്കേണ്ടത് ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റം എന്ന്. ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റം ഞാൻ പറഞ്ഞ പോലെ ഈ വാസ്കുലർ ബണ്ടിലും എപ്പിഡെർമലും അല്ലാണ്ടുള്ള സാധനമാണ് ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റം. അതിലാണ് എക്സാമ്പിൾ വരുന്ന മീസോഫിൽ. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് പറയും, വാസ്കുലർ ടിഷ്യൂ സിസ്റ്റം. വാസ്കുലർ ടിഷ്യൂ സിസ്റ്റം എന്ന് പറയുന്നത് എന്താ, അത് സൈലവും ഫ്ലോയും ആണ്. സൈലം എന്താ, നമ്മളുടെ ഈ വാട്ടറും മിനറൽസും ട്രാൻസ്പോർട്ട് ചെയ്യാൻ സഹായിക്കും. ആൻഡ് ഫ്ലോയും എന്താ, ഫുഡ് ട്രാൻസ്പോർട്ട് ചെയ്യാൻ സഹായിക്കും. ഇനി ഡൈക്കോട്ട് സ്റ്റെമില് കേമ്പിയം കാണും ഈ ഫ്ലോയിങ് സൈലത്തിന്റെ ഇടയിൽ. അതെന്ത് സെക്കൻഡറി ഗ്രോത്തിന് സഹായിക്കും. പക്ഷെ മോണോക്കോട്ടിൽ കേമ്പിയം ആബ്സെന്റ് ആയിരിക്കും. പിന്നെ ഈ വാസ്കുലർ ബണ്ടിൽ 2 ടൈപ്പ് ഉണ്ട്, റേഡിയലും ഉണ്ട്, കൺജോയിന്റ് ഉണ്ട്. റേഡിയൽ എന്ന് പറയുന്നത് എന്താ, അവർ ഡിഫറെന്റ് റേഡിയസിലാണ് സൈലും ഫ്ലോയും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കൺജോയിന്റ് എന്ന് പറയുന്നത് എന്താ, സൈലും ഫ്ലോയും എന്താ സെയിം റേഡിയസിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ. ഇനി ചിലത് ഓപ്പണും ക്ലോസ്ഡും ആണ്. ക്ലോസ്ഡ് എന്ന് പറയുന്നത് എന്താ, ഈ വാസ്കുലർ ബണ്ടിലിന് കവർ ചെയ്ത് കുറച്ച് ബണ്ടിൽ ടിഷ്യൂ കാണും, അതിനെയാണ് ക്ലോസ്ഡ് എന്ന് പറയുന്നത്. പക്ഷെ അത് എന്താ പറയാ, ഡൈക്കോട്ട്സിൽ എന്തായിരിക്കും, ആബ്സെന്റ് ആയിരിക്കും. പിന്നെ നമ്മൾ ഡൈക്കോട്ട് റൂട്ട് കണ്ടു. ഡൈക്കോട്ട് റൂട്ടിന്റെ ഔട്ടർമോസ്റ്റ് ലെയർ എന്താ, എപ്പിഡെർമിസ് ഉണ്ട്, അതിൽ റൂട്ട് ഹെയർസ് ഉണ്ടാവും. അത് കഴിഞ്ഞ് കോർട്ടെക്സ് കണ്ടു. കോർട്ടെക്സിന്റെ ഏറ്റവും അടിയിൽ എൻഡോഡെർമിസ് കണ്ടു. എൻഡോഡെർമിസിൽ ഒരു വാക്സി മെറ്റീരിയൽ കണ്ടു, അതാണ് കാസ്പേരിയൻ സ്ട്രിപ്സ്. അത് കഴിഞ്ഞിട്ട് പെരിസൈക്കിൾ ഉണ്ട്. പെരിസൈക്കിൾ കഴിഞ്ഞ എന്താ പറയാ, ഈ സൈലം കണ്ടു. 2 ടൈപ്പ് സൈലും ഫ്ലോയും ഉണ്ട്, പ്രോട്ടോക്സൈലും മെറ്റാക്സൈലും. പ്രോട്ടോക്സൈലം എന്ന് പറയുന്നത് എന്താ, ഏറ്റവും ആദ്യം ഉണ്ടായ പ്രൈമറി സൈലും. രണ്ടാമതുണ്ടായ സൈലാണ് മെറ്റാക്സൈലും. അത് കഴിഞ്ഞ പിത്തും കണ്ടു. അതായത് മോണോക്കോട്ട് റൂട്ട് ഇതുപോലെ സെയിം ആണ്, പക്ഷെ അവരുടെ ഡിഫറൻസ് എന്താ, ഡൈക്കോട്ട് റൂട്ടിൽ വാസ്കുലർ ബണ്ടിൽ ടിഷ്യൂ സിസ്റ്റം 2 to 6 ഉള്ളൂ. പക്ഷെ മോണോക്കോട്ടിൽ എന്താ, പോളിയാർ വാസ്കുലർ ബണ്ടിൽസ് ആണ്. കാരണം 6ൽ കൂടുതൽ വാസ്കുലർ ബണ്ടിൽസ് ഇവരിൽ കാണാൻ പറ്റും. അത് കഴിഞ്ഞ എന്ത്, ഡൈക്കോട്ട് സ്റ്റെമ്മിലും അതേ സെയിം ഞാൻ ഇത് പറഞ്ഞ പോലെ എപ്പിഡെർമിസ് ഉണ്ട്. അത് കഴിഞ്ഞ ഹൈപ്പോഡെർമിസ് കോളൻകൈമാറ്റസ് ആണ്. അത് കഴിഞ്ഞ എൻഡോഡെർമിസ് കാണും. എൻഡോഡെർമിസ് കഴിഞ്ഞ പെരിസൈക്കിൾ. പിന്നെ നമ്മൾ വാസ്കുലർ ബണ്ടിൽസ് ഉണ്ടാവും, അതിന്റെ ഇടയിൽ ഒരു കേമ്പിയം കാണും സെക്കൻഡറി ഗ്രോത്തിന്. പിന്നെ പിത്തും കാണും. അത് കഴിഞ്ഞ മോണോക്കോട്ട് സ്റ്റെമ്മില് ഒരുവിധം സെയിം ആണ്, പക്ഷെ ആകെ ഡിഫറൻസ് എന്താ, ഹൈപ്പോഡെർമിസ് എന്താ ഇതല്ല, ഡിഫറൻഷിയേറ്റഡ് അല്ല. എന്തോ ഹൈപ്പോഡെർമിസ് ആകെ എന്താ, മോണോക്കോട്ട് സ്റ്റെമ്മില് സ്ക്ലീറൻകൈമാറ്റസ് ആണ്. സ്ക്ലീറൻകൈമാറ്റസ് ഹൈപ്പോഡെർമിസും ഉണ്ട്. പിന്നെ വാസ്കുലർ ബണ്ടിൽ സ്കാറ്റേർഡ് ആണ്, പക്ഷെ ഡൈക്കോട്ട് സ്റ്റെമ്മില് റിംഗ് ഫോംഡ് ആയിരുന്നു. ഓക്കെ. പിന്നെ ഇവരുടെ വാസ്കുലർ ബണ്ടിൽസ് കൺജോയിന്റും ആണ്, ക്ലോസ്ഡും ആണ്. പിന്നെ നമ്മൾ ഇന്ന് കണ്ടത് എന്താ, ഡോർസി വെൻട്രൽ ലീഫ് എന്ന് പറയുന്ന എപ്പിഡെർമിസ് ആണ്. അവർ കവർ ചെയ്യുന്നത് എന്താ, അപ്പർ സർഫസും ലോവർ സർഫസ് ഓഫ് ലീഫ് കവർ ചെയ്യും. പിന്നെ ബാക്സിൽ എപ്പിഡെർമിസ് എന്ന് പറയുന്നത് താഴത്തെ എപ്പിഡെർമിസ് ആണ്, വിച്ച് ബെയർസ് മോസ്റ്റ് സ്റ്റൊമാറ്റ. പിന്നെ ഈ ടിഷ്യൂ ഉണ്ടാവും, എന്താ പറയാ, അപ്പർ എപ്പിഡെർമിസും ലോവർ എപ്പിഡെർമിസിന്റെ ഇടയിലുള്ള ടിഷ്യൂനെയാണ് നമ്മൾ മീസോഫിൽ എന്ന് പറയുന്നത്. അതിലാണ് ക്ലോറോപ്ലാസ്റ്റ് കാണും. പിന്നെ 2 ടൈപ്പ് ടിഷ്യൂ കാണാം നമ്മൾ മീസോഫിൽ, അതായത് പാലിസേഡ് പാരൻകൈമി, സ്പോഞ്ചി പാരൻകൈമി. പിന്നെ നമ്മുടെ വാസ്കുലർ ബണ്ടിൽസ് എന്തിലാ കാണാം, നമ്മള് വെയിൻസ് അല്ലെങ്കിൽ മിഡ്രിബിലാണ് ഇതിൽ കാണാം.
ഡൈക്കോട്ട് ലീഫ്. മോണോക്കോട്ട് ലീഫിൽ ഇതൊക്കെയാണ് സെയിം, പക്ഷെ ഡിഫറൻസ് എന്താ, സ്റ്റൊമാറ്റ രണ്ട് എപ്പിഡെർമിസിൽ ഈക്വൽ ആയി കാണും. മീസോഫിലിന് ഡിഫറൻഷിയേഷൻ ഇല്ല. ബുള്ളിഫോം സെൽസ് ഇവർക്ക് കാണും. അത് പ്ലാന്റ് ലീഫിനെ ഹെൽപ്പ് ചെയ്യും വെള്ളം അബ്സോർബ് ചെയ്യാനും വെള്ളം എക്സ്പെൽ ചെയ്യാനും. ഓക്കെ, ഇപ്പോ ഇത്രയാണ് ഈ ചാപ്റ്ററിലുള്ളൂ. പിന്നെ നമ്മൾ NCERT എക്സസൈസസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പൊ ഇനി ഇത് പഠിക്കേണ്ട എന്താ, ഞാൻ മോർഫോളജിയും പഠിപ്പിച്ചു, അനാറ്റമിയും പഠിപ്പിച്ചു. അപ്പൊ ഇത് രണ്ടും നിങ്ങൾ ഒരുമിച്ച് പഠിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പ്ലാന്റ് കംപ്ലീറ്റ് ആയി. പ്ലാന്റ് കിങ്ഡം പഠിക്കുക ഏറ്റവും ആദ്യം. പ്ലാന്റ് കിങ്ഡം പഠിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ മോർഫോളജി പഠിക്കുക. മോർഫോളജി പഠിച്ചു കഴിഞ്ഞാൽ അനാറ്റമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ 3 ടോപ്പിക്സ് ഇത്ര തറോ ആവും. പിന്നെ നിങ്ങൾ ആരും വെട്ടിക്കാൻ പറ്റില്ല. അപ്പൊ നിങ്ങളുടെ ജോലി എന്താ, ഞാൻ പഠിപ്പിക്കുന്ന അന്നാന്ന് നോട്ട്സ് എഴുതി NCERT ഓരോ ലൈനും നിങ്ങൾ വായിച്ച് നിങ്ങൾ തന്നെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക. എന്ന് വെച്ചാൽ നിങ്ങൾ ഇങ്ങനെ ആലോചിക്കണം, നിങ്ങൾ വേറെ കുട്ടികൾക്ക് പേപ്പർ ഇടുകയാണ്, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും, ടഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ ആലോചിക്കും. അപ്പൊ നിങ്ങൾ തന്നെ മോഡിഫൈ ചെയ്യുക, ഡയഗ്രത്തിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുക. അങ്ങനെയാണ് നീറ്റിൽ ചോദിക്കാൻ വേണ്ടി. കാരണം എക്സ്ട്രാ ഒന്നും നീറ്റിൽ ചോദിക്കാറില്ല. പണ്ടൊക്കെ ആയിരുന്നു എക്സ്ട്രാ ഒക്കെ കുറെ ചോദിക്കാറില്ല, ഇപ്പൊ അങ്ങനെയൊന്നും ചോദിക്കാറില്ല. ഓക്കെ, അപ്പോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ഇത്ര തന്നെ ഞാൻ പഠിപ്പിച്ചിട്ടുള്ളൂ. എക്സ്ട്രീം പറഞ്ഞു തന്നുണ്ട്, നിങ്ങളുടെ MCQ 1 ലൈനേഴ്സും പറഞ്ഞു തന്നുണ്ട്, ഡയഗ്രാംസ് എക്സ്പ്ലെയിൻ ചെയ്തു. പിന്നെ പഴയ NCERTയിലുള്ള സെക്കൻഡറി ഗ്രോത്തും ഞാൻ അതിൽ ജസ്റ്റ് റെഫർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ താങ്ക് യു.